ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൂക്കാസ് ഗെയിമിംഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ വ്യത്യസ്തമായൊരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള ഫ്രണ്ട്സിനായിട്ട് കളിക്കുമ്പോഴൊക്കെ അവർ പറയുന്നൊരു കാര്യമാണ്, കളിയുടെ ഇടയിൽ പറയുന്നൊരു കാര്യമാണ്. ഭയങ്കര പിങ്ങാണ്, MS വളരെ കൂടുതലാണ്, ഭയങ്കര കളിക്കാൻ കഴിയുന്നില്ല, പിങ്ങാണ്, ഇത് ഓടിയെടുത്തേക്ക് തന്നെ ഓടുന്നു, വീണ്ടും കൊടുക്കുന്ന തുറന്ന വാതിൽ പിന്നെ അടയണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിങ്ങ് കുറക്കാനുള്ള ഒരു മാർഗ്ഗം അതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകും, എനിക്ക് ഉറപ്പാണ് യൂസ്ഫുള്ളാകുമെന്ന് 100% എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇത് ട്രിക്കും കാര്യങ്ങളൊന്നുമല്ല, ഒരു ആപ്ലിക്കേഷനാണ്. ഇത് അധികം ആളുകളൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ. അധികം ആരും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. പക്ഷെ അത് 100% വർക്കൗട്ടായ ഒരു കാര്യമാണ്. ഞാനത് ട്രൈ ചെയ്ത് ഇത്രയും ദിവസം ട്രൈ ചെയ്ത് നോക്കിയതാണ്. PUBG മൊബൈൽ ലൈറ്റിലായിട്ട് ട്രൈ ചെയ്ത്, ഇനി PUBGയിലും ട്രൈ ചെയ്തതാണ്. PUBG ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. PUBG ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ അതിലും ട്രൈ ചെയ്ത് നോക്കി. വർക്കൗട്ടാണ്, 100% വർക്കൗട്ടായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്ത് നോക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിങ്ങ് കുറയും, 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് എടുക്കാം. ഹലോ, അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പിങ് ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് അടിക്കുക. സ്റ്റാർട്ട് അടിക്കുമ്പോൾ ഡാറ്റ ഓൺ ആക്കണം. ഡാറ്റ ഓൺ ആക്കിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. ഡാറ്റ ഓൺ ആക്കിയ ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റയുടെ ഫുൾ കൺട്രോളും മുഴുവൻ നമ്മൾ ഓൺ ചെയ്ത നമ്മളിൽ വരുന്ന മുഴുവൻ നെറ്റും നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഇതുള്ളത്. സാധാരണ നമ്മൾ കളിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പണായി കിടക്കുന്ന ആപ്ലിക്കേഷനിൽ മുഴുവൻ എന്ത് ചെയ്യും, നമ്മൾ നെറ്റ് യൂസ് ചെയ്യും. അതുകൊണ്ട് ആ കാരണം കൊണ്ടാണ് നമ്മുടെ കളിയിൽ MS കൂടാനുള്ള കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ നെറ്റും നമ്മളെ ഗെയിമിലേക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ പിങ് വരാനുമൊക്കെ ഉള്ള കാരണം. ഈ സമയത്ത് എല്ലാ നെറ്റും നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നമുക്കിവിടെ കാണാം ഹാപ്പി ഗെയിമിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നേരെ ബാക്ക് അടിച്ചിട്ട് നമുക്ക് നേരെ PUBG തുറക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ എൻ്റെ MS എത്രയാണെന്നുള്ള കാര്യം. ഞാൻ യൂസ് ചെയ്ത കാര്യമാണ്. ഞാൻ PUBG ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി PUBGയുടെ വീഡിയോകളൊക്കെ നമ്മളിടും. PUBGയുടെ വീഡിയോകളൊക്കെ ഇടണമെന്ന് കരുതുന്നുണ്ട്. നോക്കട്ടെ, അറിയില്ല എന്താണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടുത്തല്ല. ഞാൻ 2-3 കളി കളിച്ച് നോക്കിയിട്ടുണ്ട് ഈ MS കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം, PUBG ലൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അത് 100% വർക്ക് ചെയ്തൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ 2-3 ദിവസം ഉപയോഗിച്ചിട്ട് വർക്കൗട്ടായി എന്നത് കണ്ടത് കൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കളിക്കുന്നത് എൻ്റെ വീട്ടിൽ ഏറ്റവും റേഞ്ച് കുറഞ്ഞ സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ ഈ PUBG ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഇത് ഓപ്പൺ ചെയ്തിട്ട് വന്നിരുന്നത്. ഈ റേഞ്ച് ഇല്ലാത്ത ഈ സ്ഥലത്തിരുന്ന് നമുക്ക് നോക്കാം എത്ര MS-ലാണ് നമുക്ക് കിട്ടുന്നതെന്ന്. നമുക്ക് നോക്കാം എത്ര MS-ആണ് വരിക എന്നുള്ളത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്ഥലത്ത് ഞാനിവിടെ ഇരുന്ന് കളിക്കാറില്ല. ഇവിടെ MS വളരെ കൂടുതൽ കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാറില്ല, ഇവിടെ ഇരുന്ന് കളിക്കാറില്ല. അപ്പോൾ ഞാൻ പുറത്തിരുന്നാണ് കളിക്കാറുള്ളത്. നിങ്ങൾക്ക് കാണാം എൻ്റെ MS 140, 120, 52, 52, 60, 52 ആ റേഞ്ചിലാണ്. 60, 120. ഇത് ഏറ്റവും റേഞ്ചില്ലാത്ത സ്ഥലത്ത് ഇരുന്നിട്ടാണ് എനിക്ക് ഈ 120ൻ്റെ മേലേക്ക് കയറുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 48, 52 തുടങ്ങി കണ്ടോ. ഇത് റേഞ്ചിലെടുത്തിരിക്കുന്ന സമയത്ത് 52ൻ്റെ മുകളിൽ കയറാറില്ല. ഞാൻ പുറത്തിരുന്ന് ഇത് ഓപ്പൺ ചെയ്ത് കളിക്കുന്ന സമയത്ത് 52ൻ്റെ മുകളിൽ കയറാറില്ല. 52ൻ്റെ മുകളിൽ ഞാൻ കയറുന്നത് കണ്ടാൽ ജസ്റ്റ് കയറിയാൽ തന്നെ 60 വന്നിട്ട് വീണ്ടും 52ലേക്ക് തന്നെ മടങ്ങി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഇരുന്നിട്ടാണ് 56 MS-ൽ കളിക്കാൻ കഴിയുന്നത്. ഞാൻ കളിയിലൊന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് നോക്കട്ടെ. കളിക്കുമ്പോൾ വലിയ ലാഗും ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാമല്ലോ. എനിക്ക് കണ്ടോ, ഒരു ലാഗും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാമല്ലോ ലാഗ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ കഴിയും. മൈ ഗോഡ്,
52 MS-ലാണ് ഇപ്പോൾ ഞാൻ കളിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ കളി ഫുള്ള് ചെയ്യുന്നില്ല, എനിക്ക് വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുള്ളാവും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ശക്തിയിലോ കണ്ടോ, ഇത് MS നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. 284 വന്ന് ഇപ്പോൾ 140 തന്നെ ചാടി. 88 കണ്ടോ. ഇത് ഞാൻ ഏറ്റവും റേഞ്ച് 44 വരെ MS വരെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇവിടെ കിട്ടുന്നു, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. ഞാൻ ഏറ്റവും റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്നിട്ടാണ് കളിക്കുമ്പോൾ കണ്ടോ, ഒരു സ്മൂത്ത് ഒരു ലാഗോ ഒരു പിങ്ങോ ഒന്നും നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല. ആ റേഞ്ച് ഇല്ലാത്തത് ഇവിടെ നിന്നൊക്കെ ഞാൻ ആദ്യം ഞാൻ ഇവിടെ നിന്നാണ് കളിച്ചിരുന്നത്. കാരണം ഇവിടെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് ഓടിയാലും എത്തൂലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടാണ് സ്പോട്ട് മാറി ഇരുന്നാൽ മതി എന്നുള്ള ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ സ്പോട്ട് മാറി ട്രൈ ചെയ്തത്. അപ്പോൾ എനിക്ക് പുറത്തിരുന്ന് നല്ല MS റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിരുന്നാണ് കളിക്കാറ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇപ്പോൾ എത്ര ഉണ്ടോ, ഒരു ഇങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് കളിക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഈ കളി ഫുള്ള് എടുത്തിട്ടില്ല, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. കാരണം ലെങ്ത്ത് കൂടും വീഡിയോയുടെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് കാണാം എൻ്റെ MS എത്രയാണെന്നുള്ളത്. എത്ര MS-ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ MS നോക്കുമ്പോൾ മനസ്സിലാവും. 108 MS-ക്കാണ് ഇപ്പോൾ അവിടെ കളിക്കുമ്പോൾ. ഒരു പിങ്ങും കാര്യങ്ങളൊന്നുമില്ല, 64 MS-ഒക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അടിപൊളി സാധനമാണ്, അടിപൊളി ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ ഞാൻ എത്ര വീഡിയോകളാണ് ഇനി അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാം. ഓക്കെ, ബൈ.